ഛെ, 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 ഛെ. ഈ പെണ്ണുങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാം ഇങ്ങനെ തന്നെയാ. അതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എനിക്കിനി അച്ഛനാവാൻ ഒരു യോഗമില്ല. ഉം, ഈ പരിതസ്ഥിതിയിൽ ഡൈവോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. വേറൊരു മാർഗമുണ്ട്. നിന്റെ ഭാര്യയുടെ സമ്മതത്തോടെ നീ വേറൊരു പെണ്ണ് കെട്ട്. നിനക്ക് സന്തോഷമാവും. ചേച്ചേ, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കാം. ഛേ ഛേ ഛേ, അങ്ങനെ നീട്ടി വെക്കേണ്ട കാര്യമൊന്നല്ല ഇത്. പെട്ടെന്ന് തന്നെ നടത്തിയാൽ നല്ലത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരൊറ്റ മോനാണ്. നിനക്കൊരു സന്തതി വേണ്ടേ? ഈ കാണുന്ന സ്വത്തൊക്കെ പിന്നെ എന്താ ചെയ്യാ? നീ പറഞ്ഞതെല്ലാം അവള് കേട്ട് കാണുന്നാ തോന്നണേ. എടോ, കേട്ടത് ഏതായാലും നന്നായി. നിനക്കിനി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത് നമുക്ക് വീണ് കിട്ടിയൊരു അവസരമല്ലേ? മറ്റൊരു വിവാഹം കഴിക്കാൻ പോവാന്ന് സതീഷ് നിന്നോട് സ്വയം പറഞ്ഞോ? എന്റെ അടുത്ത് പറഞ്ഞില്ല. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. തന്റെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞു തന്നെ വേണമെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റൊരു വഴി കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ ഹിന്ദു സമുദായ പ്രകാരം അതാരും അംഗീകരിക്കില്ല. അതെന്തുകൊണ്ടാ ആന്റി? ഗിഫ്റ്റ് പ്രഗ്നൻസി എന്ന പേര്. അതെന്താന്നാ പുരുഷന്റെ ബീജമെടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. പുരുഷനോ സ്ത്രീയോ ശാരീരിക ബന്ധമില്ലാതെ പ്രസവം സുലഭമായിട്ട് നടക്കും. നിനക്കോ സതീഷിനോ പ്രശ്നമൊന്നുമില്ലാത്ത വഴിയാണിത്. അതിന് ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ? ഡോക്ടർ, ഒരു പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയൂ. ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. എന്താ പ്രോബ്ലം? എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അബോർഷൻ ചെയ്യണം. അതിന്റെ കാരണം? കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ? ഞാൻ കസിൻ ബ്രദറാ. ഓഹോ, നിങ്ങൾ കുറച്ചുനേരം പുറത്തിരിക്കൂ. ഓക്കെ ഡോക്ടർ. വരൂ. വാ, കിടക്കൂ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വീട് വിട്ട് വന്നതാണ് ഞാൻ. ചാൻസ് കിട്ടാതെ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോകേണ്ടി വന്നു. എന്റെ കൂടെ വന്ന ആളെ ഏജന്റാണ്. ഇതിനു മുമ്പ് അബോർഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അബോർഷൻ ചെയ്തു കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ തുടരാനല്ലേ നിന്റെ ഐഡിയ? അതല്ലാതെ എനിക്ക് വേറെ വഴി അറിയില്ല ഡോക്ടർ. എന്റെ അനിയത്തിമാർ, അമ്മ, അച്ഛൻ എല്ലാവരും ഞാനാ നോക്കേണ്ടത്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഹലോ, എന്താ? ഈ കുട്ടിയെ 1 വർഷം എനിക്ക് തരാൻ പറ്റുമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ കമ്പനി എവിടെയാ? വിജയവാഡയോ ബാംഗ്ലൂരോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ഇവരുടെ സഹായം വേണം. താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം എല്ലാം ഞാൻ തരാം. 2 ലക്ഷം രൂപ ചോദിക്കേ. അത്ര പൈസ തരുമോ? അല്ലെങ്കിൽ വേണ്ട. എന്താ, വരാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ 2 ലക്ഷം രൂപ തരണം. അത് വളരെ കൂടുതലാണല്ലോ. അല്ലെങ്കിൽ എത്ര തരുമെന്ന് നിങ്ങൾ തന്നെ പറയൂ. 1 ലക്ഷം രൂപ തരാം. ആദ്യം അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ തരാം. എങ്കിൽ സമ്മതിക്കാം. എന്താണ് ജോലി എന്ന് പറഞ്ഞില്ല? പറയാം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷെ കുഞ്ഞുങ്ങളില്ല. എന്തോ പ്രശ്നമുണ്ട്. ഗീത എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരണം. നിങ്ങൾ പറഞ്ഞ 1 ലക്ഷം രൂപ വളരെ കുറവാണ്. ഞാൻ സമ്മതിക്കാം, പക്ഷേ എൻ്റെ കമ്മീഷൻ തരണം. എത്ര കിട്ടിയാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ബുദ്ധിയുണ്ടോ? നീ ആദ്യം കാര്യം മനസ്സിലാക്ക്. 5 വർഷം കഷ്ടപ്പെട്ടാലും നമുക്ക് ഈ തുകയുണ്ടാക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിലെ കാര്യം ആദ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് 25,000 രൂപ അധികം തരാം. അതിൽ കൂടുതൽ ചോദിക്കരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, 1 വർഷത്തേക്ക് നിങ്ങൾ ഇവളെ കാണാൻ വരരുത്. ശരി, പക്ഷെ നിങ്ങൾ എന്നെ കാണാൻ വരണം. എന്തിനു വേണ്ടി? ഇവളെ പറ്റി അറിയാൻ വേണ്ടി. കാര്യമെല്ലാം പറഞ്ഞുതരും, പക്ഷേ നിങ്ങൾ ഇവരെ കാണാൻ വരരുത്. നാളെ ഇതേ സമയത്ത് നമുക്ക് ഇവിടെ വെച്ച് കാണാം. എന്താ? ഓക്കെ. ഓക്കെ, ബൈ. ബൈ.
വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പോഴാ വന്നേ. എവിടെ പോയിരുന്നു? നിങ്ങളുടെ ആഗ്രഹം നിറവേറാനായി ഒരു നല്ല മാർഗം കണ്ടിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഉം. ഞാൻ ഡോക്ടർ ശോഭ ആന്റിയെ കണ്ടിട്ട് വരിക. നിങ്ങളുടെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കാനായി അവരെ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഏർപ്പാടാ ചെയ്യാൻ പോകുന്നത്? അതിന് ഗിഫ്റ്റ് എന്ന് പറയും. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്ത്രീ പ്രസവിക്കുമെന്നാണ് പറഞ്ഞത്. സ്വന്തം കയ്യിലുള്ളതിനെല്ലാം നശിപ്പിച്ചിട്ട് വല്ലവന്റെ കയ്യിരിക്കണതിനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോളെ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഗർഭം എങ്ങനെ ഉണ്ടാവും? എല്ലാം നല്ല രീതിയിൽ നടക്കും. ആന്റി തീർച്ചയായും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുള്ള ഏർപ്പാടുകളും ചെയ്യാന്ന് പറഞ്ഞു. നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഈ ധൃതിയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിന്നെ പോലെ തന്നെ എനിക്കും കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഇനി മുതൽ നിങ്ങൾ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ? ആ, നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരുമല്ലോ അല്ലേ? വരാം. ഡേയ്, പുതിയ പാർട്ടിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? നടക്ക്. മാഡം, ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഹലോ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയ ആൾക്കാരാ? അതെ. തന്നോടല്ലോ ചോദിച്ചേ, അകത്തിരിക്കുന്ന പീസുകളോടാ. നിങ്ങളൊക്കെ ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെയാ ഈ ഏരിയയിലെ മെയിൻ ആൾക്കാർ. ഇവിടെ ഞങ്ങളെ എതിർക്കാൻ ഒരുത്തനും ഇല്ല. ഞങ്ങളുടെ ലീഡർ വേറൊരുത്തനുണ്ട്, അവൻ വന്നില്ല. നിങ്ങളുടെ ഭർത്താവ് ഫാറിനിലാണോ? ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ഈ വീട്ടിൽ പ്രേതമുള്ളതാ. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ 4 പേരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആരും ചോദിക്കാതെ സഹായം ചെയ്യുന്നതാ ഞങ്ങളുടെ ശീലം. പൂട്ടോടക്കട്ടെ? ആവശ്യമില്ല. അത് ശരി. അപ്പൊ ഗേറ്റ് തുറക്കാതെ നിങ്ങളെങ്ങനെ അകത്ത് പോവാ? ആരടാ കാറ് തടയുന്ന? തോന്നിവാസം കാണിച്ച കൊന്നു കളയും ഞാൻ. ഇത്രയും നേരം നിങ്ങൾ എവിടെയാ പോയിരുന്നത്? ചായ കുടിക്കാൻ വേണ്ടി പോയതാ മാഡം. കാറിന്റെ ഒച്ച കേട്ടപ്പോ ഓടിങ്ങി പോന്നു മാഡം. സത്യമാ. സംസാരിച്ചൊക്കെ മതി, ആദ്യം ഗേറ്റ് തുറക്ക്. ഞാൻ ഇപ്പൊ തുറക്കാം. പണ്ടാരം തുറക്കുന്നുമില്ല. എന്തൊരു കഷ്ടം. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ഈ ഏരിയയിലെങ്ങാനും കണ്ട കാലി ഞാൻ തല്ലി ഓടിക്കും. പോടാ 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 തെണ്ടികളെ. വാ. സോറി. ഒരു വർഷത്തേക്ക് പുറത്ത് എവിടെയും പോകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം. അതൊക്കെ ശരിയാ. നിങ്ങളെ ഭർത്താവ് എന്താ ഇനിയും എന്നെ കാണാൻ വരാത്തത്? അദ്ദേഹത്തിന് നിനക്കും എന്താ ബന്ധം? അദ്ദേഹത്തിന്റെ കുട്ടീനല്ലേ ഞാൻ പ്രസവിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ ശോഭ ആന്റി നോക്കിക്കോളും. എങ്കിൽ ടെസ്റ്റിന് ഞാൻ എപ്പോഴാ പോണ്ടത്? ദേ നോക്ക്, ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. നീ അതിനെക്കുറിച്ച് പേടിക്കണ്ട. ഉസ്മാൻ, ഉസ്മാൻ. ഓ യെസ് മാഡം, ഇതാ വരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? ആദ്യം സ്വീറ്റ് കഴിക്കേ, പിന്നെ കാര്യം പറയാം. താങ്ക് യു. നീ ഗർഭിണിയാണ്. മോളെ, എനിക്ക് സ്വീറ്റ് ഇല്ലേ? മാഡം തന്നില്ലേ? എന്നാലും എനിക്ക് തരേണ്ടത് നീയല്ലേ? ഉസ്മാൻ, നിങ്ങൾ കുടിക്കുന്ന കുറച്ച് നിർത്തണം. 2-3 മാസത്തേക്ക് ഇവളെ നന്നായി നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ എത്ര കുടിച്ചാലും എന്റെ ലെവൽ വിടൂല. ഇന്ത്യൻ ആർമിയിൽ ഇരിക്കുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് കുടിക്കും. മതി മതി, ഇനി ഒന്നും പറയണ്ട. എന്നാ പിന്നെ ബാക്കി കാര്യം മോളോട് പിന്നെ ആ, പറയാം. ഗീതേ, ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്. അത് പിന്നെ എനിക്കറിയില്ലേ. ആഹാരം കൃത്യമായി കഴിക്കണം. അപ്പോഴേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവും. ഉസ്മാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ റെസ്റ്റ് എടുത്തോ, ഞാൻ നാളെ വരാം. അയ്യോ, മേഡത്തിന്റെ വീട്ടില് ഇതിലൊക്കെ ഭയങ്കര രസമായിരിക്കും. അയ്യോ, ഇതാ വരുന്ന മേഡം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്.
അതെ, നിങ്ങള് അച്ഛനാകാൻ പോകുന്നു. എന്താ ഇത്ര ആലോചിക്കുന്നത്? അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നില്ലേ. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ അഭിനയിച്ചോളാം. അഭിനയിച്ചാലും സാരമില്ല, പക്ഷേ ജീവിതം മുഴുവനും അഭിനയിച്ചേ പറ്റൂ. ഷുവർ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഉം? എന്താ അവിടെ പറയുന്നേ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ ഈ ചെയ്യുന്നത്? പ്രസവിക്കുന്ന കുട്ടി ആണോ പെണ്ണോ നോക്കിയതാ. നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പെൺകുട്ടി മതി. ഞാൻ കുട്ടിയുടെ പേര് പോലും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അശ്വതി. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്താ, അശ്വതി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടില്ലേ? പേരെല്ലാം വളരെ നന്നായിട്ടുണ്ട്, സ്വഭാവം കൂടി അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം. ഞാൻ അശ്വതിയെ വളർത്തി വലുതാക്കി നിങ്ങൾ തന്നെ അഭിമാനിക്കുന്ന വിധത്തിലാക്കാം. എന്താ? ഓക്കേ? അഭിമാനിക്കുന്നതൊക്കെ ആ സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ നിങ്ങളെ കുളിപ്പിക്കാം. ഗീതേ, ഹായ്. ഇനി മുതൽ നീ ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല. പിന്നെ മാക്സി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ടൈറ്റായിട്ട് ഡ്രസ് ഇട്ടാ കുഞ്ഞിനത് ദോഷമാ. അല്ല ചേച്ചി, ആൺകുട്ടി വേണോ അല്ലെങ്കിൽ പെൺകുട്ടി വേണോ? എനിക്ക് പെൺകുട്ടി മതി. ഞാനതിന്റെ പേര് പോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പേര് സെലക്ട് ചെയ്തു? ആ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അശ്വതി. എങ്ങനെയുണ്ട്? അശ്വതി? ആ, നല്ല ഭംഗിയുള്ള പേര്. ആ, സതീഷേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറയാനാ? ആ, നീ വേഗം റെഡിയാക. ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ റെഡിയായി വരാം. ചേച്ചി, ഇതാ കവറിലുണ്ടായിരുന്നതാ. താങ്ക് യു. എങ്കിൽ പോവാം. ഈ ഡ്രസ് ഇട്ടുണ്ടോ? അതിനെന്താ, കമോൺ. ഉം.